ഫ്രണ്ട്സ്, പ്രൈസ് ഗാഡ്. മക്കളെ, നമ്മുടെ മുന്നിൽ നടക്കുന്ന ദിവസവും സംഭവിക്കുന്ന ഒരു വലിയ അത്ഭുതം, ഒരു മഹാ അത്ഭുതത്തെ പറ്റി പറയാനാണ് സിസ്റ്റർ ഇന്ന് പോകുന്നത്. നമുക്ക് അറിയാവുന്ന ഒരു വലിയ അത്ഭുതം, പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മൾ പ്രാധാന്യം കൊടുക്കാത്ത ഒരു അത്ഭുതം. ഏതാണെന്ന് വല്ല പിടുത്തമുണ്ടോ എന്നാ ഒരു ചോദ്യം ചോദിക്കാം. ഈ ഭൂമി നിർമ്മിച്ചത് നമ്മളാണോ, മനുഷ്യരാണോ? യെസ് ഓർ നോ പറഞ്ഞാൽ മതി. ഭൂമി, ഈ ഉലകം സൃഷ്ടിച്ചത് മനുഷ്യരാണോ അല്ലയോ? അല്ല, അല്ലേ? ഉറപ്പ്. ആകാശത്തിന് വിരിയിട്ടത് മനുഷ്യരാണോ അല്ലയോ? നമ്മളാണോ? അല്ല. മിന്നൽ പിണര് കണ്ടിട്ടല്ലേ, മിന്നൽ, ഇടിവെട്ട്, ഇതിനൊക്കെ ഡിസൈൻ ചെയ്തത് നമ്മളാണോ, മനുഷ്യരാണോ അല്ലയോ? അല്ല. അപ്പം 3 നോയായി. നമ്മുടെ കടലിലെ ജലം, സമുദ്രത്തിലെ ജലം ഒരുമിച്ച് കൂട്ടി നിർത്തിയിരിക്കുന്നത് മനുഷ്യരാണോ അല്ലയോ? അല്ല. ഇനി നമ്മളിലേക്ക് വായോ. ശ്വാസം ക്രമമായിട്ട് അല്ലെ ആ അളവിൽ പരിധപ്പെടുത്തി നിജപ്പെടുത്തിയത്, അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇപ്പം എനിക്ക് മനുഷ്യരാണോ? കണ്ണും മൂക്കും ഒക്കെ ഫിക്സ് ചെയ്യേണ്ട സ്ഥലത്ത് എക്സാക്ട്ലി അത് ഡിസൈൻ ചെയ്ത് പാകപ്പെടുത്തി കൃത്യമായിട്ട് വെച്ചിരിക്കുന്നത് മനുഷ്യരാണോ? അല്ല, അല്ലേ? നമ്മളല്ല. അങ്ങനെയെങ്കിൽ ഒരു ദൈവമുണ്ട്, അതിൻ്റെ പിന്നിൽ ഒരു ദൈവമുണ്ട്, നമ്മുടെ ദൈവം. ഈ ദൈവം ഇതെല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, നടത്തിക്കുന്ന, ഈ ഭൂമിക്ക് ഒരു ക്രമവും താളവും നൽകുന്ന, എനിക്ക് ക്രമവും താളവും ഒക്കെ തരുന്ന എൻ്റെ ദൈവം എനിക്ക് ഭക്ഷിക്കാൻ വേണ്ടി ഒരു ചെറിയ അപ്പമായി, ഒരു വലിയ ദൈവം ദൈവത്തിൻ്റെ ആകൃതി മറന്ന്, അധികാരം മറന്ന്, ശക്തി മറന്ന്, രൂപം മറന്ന്, ഘടന മറന്ന് ഒരു കുഞ്ഞ് അപ്പമായി എനിക്ക് ഭക്ഷിക്കാൻ വേണ്ടി ഒരു കുഞ്ഞ് അപ്പമായി മാറുന്നത് ഒരു അത്ഭുതമല്ലേ? ചിന്ന അത്ഭുതമാണോ? കുഞ്ഞ് അത്ഭുതമാണോ? ഒരു മഹാസംഭവമാണല്ലേ? ഇതിൻ്റെ എല്ലാം ദൈവം എനിക്ക് വേണ്ടി, എന്നെ വളർത്താൻ വേണ്ടി, എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി, എൻ്റെ കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം ഒരു കുഞ്ഞപ്പമായി മാറുന്നു. അതൊരു ഉത്സവമാണ്, ഒരു ആഘോഷമാണ്, ഒരു സെലബ്രേഷനാണ്. അതാണ് വിശുദ്ധ കുർബാന. എൻ്റെ അപ്പൻ എൻ്റെ അടുത്തേക്ക് ഓടി വരുന്നത് വല്ലപ്പോഴുമല്ല, ഞാൻ ആഗ്രഹിക്കുമ്പോഴൊക്കെ വരുന്ന എൻ്റെ ദൈവം. ഒരു കുഞ്ഞ് എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ അമ്മയുണ്ടല്ലേ, അമ്മ വിചാരിക്കുക, അമ്മ മക്കൾ കുറച്ചുകൂടി വലുതായി ജോലിക്ക് പോയി, അല്ലെങ്കിൽ കുഞ്ഞ് പഠിച്ച് തിരിച്ചു വരുന്ന ഒരു പ്രായം. വിചാരിക്കുക, വീട്ടിൽ നമ്മൾ ഉറങ്ങി എണീറ്റ്, രാത്രി സുഖമായി ഉറങ്ങി രാവിലെ എണീറ്റ് വരുമ്പോൾ, കോട്ടുവായിട്ട് എണീറ്റ് വരുമ്പോൾ അടുക്കളയിൽ ചെല്ലുമ്പോൾ എന്താ സംഭവിക്കുക? അമ്മ എനിക്ക് വേണ്ടി, എനിക്ക് മുമ്പേ ഉണർന്ന് പാചകം ചെയ്ത് റെഡിയാക്കി, ഞാൻ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഞാൻ ജോലിക്ക് പോണതിന് മുമ്പ് അമ്മ ഡൈനിങ് ടേബിളിലെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചായക്ക് ചായ, ഇഡ്ഡലിക്ക് ഇഡ്ഡലി, സാമ്പാർ എല്ലാം റെഡിയാക്കി അമ്മ വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ പ്രാതൽ തയ്യാറാക്കി കാത്തിരിക്കുന്ന അമ്മ. അതുപോലെ എൻ്റെ ദൈവം പ്രാതലൊരുക്കി, ഭക്ഷണം ഒരുക്കി കാത്തിരിക്കുന്നതാണ് വിശുദ്ധ കുർബാന. ഇനി സന്ധ്യ വിചാരിക്കുക, വൈകുന്നേരം ജോലിയൊക്കെ ചെയ്ത് മടുത്ത് അലച്ച് വളരെ ശക്തിയില്ലാതെ ടയേർഡായി വന്നിരിക്കുമ്പോൾ വീണ്ടും അമ്മ എന്നാ ചെയ്യുന്നത്? ചായയും അതിൽ ലൈറ്റായിട്ടുള്ള ഭക്ഷണം ഒരുക്കി വെച്ചേക്കും. അല്ലെ രാത്രിയാണെങ്കിൽ ഭക്ഷണം ഒരുക്കി വെച്ച് മകനെയും കാത്ത് മകളെയും കാത്തിരിക്കും. അതുപോലെ സ്വയം ഭക്ഷണമായി, സ്വയം അത്താഴമായി മാറി നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന സ്നേഹനിധിയായ ദൈവം, അതാണ് വിശുദ്ധ കുർബാന. അപ്പോൾ നമ്മുടെ ദൈവം എനിക്ക് വേണ്ടി പ്രഭാത ഭക്ഷണമായി മാറുന്നു, അത്താഴമായി മാറുന്നു. ഇതുപോലുള്ള ദൈവം നമുക്ക് വേറെ എവിടെയെങ്കിലും കിട്ടുമോ? ഇത്രയും ചങ്ക് എന്ന് വെച്ചാൽ ഹൃദയം കീറി മുറിച്ച് സ്നേഹിച്ച് വിളമ്പിത്തരുന്ന വേറൊരു ദൈവത്തെ നമുക്ക് കാണാൻ പറ്റുമോ മക്കളെ? അതാണ് വിശുദ്ധ കുർബാന ബലി. ബലി കഴിഞ്ഞാലും സക്രാരിയിൽ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവം. എൻ്റെ പ്രിയ മക്കളെ, നേരത്തെ പറഞ്ഞതുപോലെ അമ്മയെപ്പോലെ കാത്തിരിക്കുന്ന ഒരു ദൈവം. അപ്പോൾ ആ വിശുദ്ധ കുർബാന കൂടുതൽ മനോഹരമാക്കാൻ ചില കാര്യങ്ങൾ പറഞ്ഞേട്ടെ.
ചെയ്യോ? അപ്പം നമുക്ക് ഒരേ ഒരു ആഗ്രഹം വേണം, മറ്റെന്തിനേക്കാളുപരിയായി, മറ്റാരേക്കാളുപരിയായി, എന്നേക്കാളുപരിയായി നീ നിൻ്റെ ദൈവത്തെ സ്നേഹിക്കണം. ഐ ലവ് യു പറയണം. സ്നേഹം എന്ന് പറഞ്ഞാൽ എന്നാ? നമ്മൾ സാധാരണ സ്നേഹം നമുക്ക് കൂട്ടുകാരോടോ വീട്ടുകാരോടോ സുഹൃത്തുക്കളോടൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്നാ ചെയ്യും? നമ്മൾ എല്ലാവരുടെ അടുത്തും പോയി ഐ ലവ് യു പറയില്ല അല്ലേ? നമുക്ക് ഇഷ്ടമുള്ളവരുടെ അടുത്താണ് നമ്മൾ ഐ ലവ് യു പറഞ്ഞില്ലെങ്കിൽ എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നീ ചെയ്യുന്ന ഇഷ്ടമാണ്, നിൻ്റെ അടുത്തിരിക്കുന്നത് ഒരു സുഖമാണ്, നിന്നോട് കാര്യം പറയുമ്പോൾ എനിക്കൊരു സമാധാനം കിട്ടും, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എനിക്ക് നിന്നോട് പറയുമ്പോൾ ഒരു ആശ്വാസം, പിക്നിക്കിന് പോകുമ്പോൾ നീ കൂടെ ഉണ്ടെങ്കിൽ ഒരു മിസ്സിങ് ഫീലിംഗ് ഇല്ല, നമുക്ക് ആഘോഷിച്ച് അടിപൊളിയാക്കാം എന്നൊക്കെ പറയില്ലേ? അതൊക്കെ എന്നാ? സ്നേഹമാണ്. ഇതുപോലെ നീ ഈശോയെ ഓർക്കണം, ഈശോയോട് ഐ ലവ് യു പറയണം, ഈശോ പറഞ്ഞ കാര്യങ്ങൾ വായിക്കണം. അത് ഐ ലവ് യു ആണ്, ഈശോയെ സ്നേഹിക്കുന്നതിന് തുല്യമാണ്. ആ സ്റ്റെപ്പ് എടുക്കുമോ? എടുത്താലേ സിസ്റ്റർ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉഷാറിൽ നിങ്ങൾ സ്വീകരിക്കുകയും ജീവിതം നവീകരിക്കുകയും ചെയ്യാൻ പറ്റത്തുള്ളൂ. ചെയ്യണം. ഓക്കെ. അപ്പോൾ വിശുദ്ധ കുർബാന കൂടുതൽ അനുഭവ വേദ്യമാക്കാൻ ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്നാമത്തത്, ഈശോയുടെ ഐ ലവ് യു പറയണം, ഈശോയുടെ സ്നേഹിക്കണം. ഉറങ്ങാൻ പോകുമ്പോൾ അവസാനം നമ്മളിങ്ങനെ ഉറക്കത്തിലേക്ക് അല്ലെങ്കിൽ കുരിശ് വരച്ച് ഇങ്ങനെ കിടക്കുമ്പോൾ അതാണല്ലോ നമ്മൾ ദിവസത്തിൻ്റെ അവസാനം ചെയ്യുന്ന കാര്യം. അപ്പോൾ ഈശോയ്ക്ക് വേണം അവസാനത്തെ ഗുഡ് നൈറ്റ് കൊടുക്കാൻ. ഈശോയെ ഗുഡ് നൈറ്റ്, ഐ ലവ് യു, താങ്ക് യു, എല്ലാത്തിനും താങ്ക് യു. ഒരു കുരിശ് വരച്ച് നമ്മൾ അവസാനം നമ്മുടേതായിട്ടുള്ള പ്രാർത്ഥന ചൊല്ലിക്കിടക്കുന്നു. ഇനി രാവിലെ ഉണരുമ്പോൾ എന്നാ ചെയ്യേണ്ടത്? തമ്പുരാന് വേണം ആദ്യത്തെ ഗുഡ് മോർണിംഗ് പറയാൻ. കണ്ണുകളുയർത്തി ഒരു കുരിശ് വരച്ച് ഈശോയെ താങ്ക് യു, ഇന്നത്തെ ദിവസം മനോഹരമാക്കാൻ സഹായിക്കണമേ. മുമ്പ് സിസ്റ്റർ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? ഈശോയുടെ തിരുഹൃദയത്തിൽ നമ്മളെ തന്നെ സമർപ്പിക്കുന്ന പ്രാർത്ഥനയാണ്. ഈശോയുടെ തിരുഹൃദയമേ, ഞാൻ എന്നെ തന്നെ പരിപൂർണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ ഓരോ ഹൃദയത്തുടിപ്പും, എൻ്റെ ഓരോ ശ്വാസോച്ഛ്വാസവും, എൻ്റെ ഓരോ പ്രവൃത്തികളും, ഓരോ വിചാരങ്ങളും, ഓരോ പ്രവൃത്തികളും ഞാനിതാ അങ്ങേക്ക് കാഴ്ചയർപ്പിക്കുന്നു. ഓക്കെ, മുമ്പ് പറഞ്ഞു തന്നിട്ടുള്ളതാ. ഈ പ്രാർത്ഥന വേണമെങ്കിൽ നമുക്ക് ചൊല്ലാം. അങ്ങനെ ദൈവവുമായിട്ടുള്ള ഒരു കണക്ഷൻ നമ്മളുണ്ടാക്കുന്നു. അതിരാവിലെ തന്നെ നമ്മളൊരു കണക്റ്റിംഗ് ലിങ്ക് സെറ്റാക്കുന്നു. ഓക്കെ. രണ്ടാമത്തെ, ഇനി നമ്മുടെ കത്തോലിക്ക സഭയ്ക്കുണ്ടല്ലോ, നമ്മൾ ഒത്തിരി അടയാളങ്ങളും ചിഹ്നങ്ങളും വാക്കുകളും ഒക്കെ ഉപയോഗിക്കും. അതിനൊക്കെ ഒത്തിരി അർത്ഥങ്ങളുണ്ട്. അത് എങ്ങനെയോ ഇട്ടതല്ല, ബോധപൂർവം സഭ നിശ്ചയിച്ചിട്ടുള്ളതാണ്. ഓക്കെ. അപ്പോൾ കുറേ അതൊരു സമ്പത്താണ്. അടയാളങ്ങൾക്കും പ്രതീകങ്ങൾക്കും ഒക്കെ ഒത്തിരി വിലയുണ്ട്, പ്രാധാന്യമുണ്ട് നമ്മുടെ കത്തോലിക്ക സഭയ്ക്ക്. ഓക്കെ. അപ്പോൾ അതിൽ ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. പള്ളിമണി കേൾക്കില്ലേ? പള്ളിമണി. ഈ പള്ളിമണി കേൾക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്നാണെന്നറിയാവോ മക്കളെ? നമ്മൾ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേ കുരിശ് വരയ്ക്കണം, കർത്താവേ കനിയണമേ എന്ന് പറയണം. ഇത്രയും ചൊല്ലാവോ? സിസ്റ്റർ പറയുന്നില്ല വലിയ നീണ്ട പ്രാർത്ഥനയൊക്കെ ചൊല്ലണം. മക്കൾ ഇത്രയെങ്കിലും ചെയ്യണം. പള്ളിമണി കേട്ടാൽ ഉടനെ നമ്മൾ ഒരു കുരിശ് വരയ്ക്കണം. എന്ന് വെച്ചാൽ പള്ളിമണി എപ്പോഴും ദൈവ സാന്നിധ്യത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ദൈവത്തെ ഓർക്കാനുള്ള റിമൈൻഡറാണ് പള്ളിമണി. ഓക്കെ. മണി അടിക്കുമ്പോൾ എവിടെ യാത്രയിലായിരിക്കുമ്പോഴോ വീട്ടിലെ പള്ളിയിലെയോ ഒക്കെ കേൾക്കുമ്പോൾ ഉടനെ ഒരു കുരിശ് വരച്ച് കർത്താവേ കനിയണമേ. ആ ദൈവ ചിന്തയെ നമ്മൾ ദൈവത്തെ ചിന്തിക്കണം, ദൈവത്തെ വിചാരിക്കണം, ഒരു മിനിറ്റ് പ്രാർത്ഥിക്കണം. യെസ്, അതാണ് പള്ളിമണി. ഓക്കെ. ഇനി രണ്ടാമത്, നമ്മൾ പള്ളിയിലേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ കാണും അല്ലേ? കുരിശ് കാണും അല്ലേ? പള്ളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ഏതാ മക്കളെ? അൽത്താരയാണ് അല്ലേ? അപ്പോൾ അൽത്താരയിൽ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും പിന്നിൽ കുരിശ് വെച്ചിട്ടുണ്ടാവും. ഈ കുരിശ് എന്താ കാണിക്കുന്നത്? നമ്മുടെ ദൈവത്തിൻ്റെ ത്യാഗനിർഭരമായ സ്നേഹം. ഓക്കെ. കർത്താവിൻ്റെ ത്യാഗത്തെയാണ് കാണിക്കുന്നത്. അവിടെ ദൈവം ഒരു വിധിയാളനായിട്ടല്ല ഇരിക്കുന്നത്, ന്യായാധിപനായിട്ടല്ല അവിടെ ഇരിക്കുന്നത്. ഓക്കെ. അവിടെ സ്നേഹസമ്പന്നനായ ഒരു അപ്പനായിട്ടാണ്, ഒരു ഡാഡിയായിട്ടാണ്, ഒരു പപ്പയായിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ. വിധിയാളനായിട്ടല്ല. ഓക്കെ. ആ കുരിശ് രൂപം കാണിക്കുന്നത് സ്നേഹത്തിൻ്റെ അങ്ങേയറ്റം, സ്നേഹത്തിൻ്റെ ആഴവും നീട്ടവും വലിപ്പവും വീതിയും ഒക്കെയാണ് അത് കാണിക്കുന്നത് കേട്ടോ. ദൈവത്തിൻ്റെ ത്യാഗനിർഭരമായ സ്നേഹം, കുരിശ്. ഓക്കെ. പിന്നെ നമ്മളിങ്ങനെ ആ പള്ളിയിൽ ഇങ്ങനെ ചുറ്റുവട്ടം നോക്കുമ്പോൾ നമ്മൾ കാണും ഒരു ജ്ഞാനസ്നാനത്തൊട്ടി അല്ലേ? കുഞ്ഞുങ്ങൾ ജനിച്ചു വരുമ്പോൾ നമ്മൾ ആ ജ്ഞാനസ്നാനത്തൊട്ടിയിൽ ആണ് വെള്ളം ഒഴിച്ച് സഭയിലേക്കുള്ള എൻട്രി കൊടുക്കുന്നത് അല്ലേ? അറിയായിരിക്കും. തേനും പാലും ഒഴുകുന്ന ആ കാനാൻ ദേശത്തിലേക്കുള്ള സ്വാഗതം ഒന്ന്. രണ്ടാമത്തത് നമ്മുടെ മാമോദീസ. ഓക്കെ. സഭയിലോട്ടുള്ള നമ്മുടെ എൻട്രി. അടുത്തത് തന്നെ നമ്മുടെ വിശുദ്ധീകരണം. അടുത്തത്
പിശാചിൽ നിന്നുള്ള നമ്മുടെ സംരക്ഷണം. ഓക്കെ, അപ്പോൾ 4 കാര്യം സിസ്റ്റർ പറഞ്ഞ്. 1, തേനും പാലും ഒഴുകുന്ന ആ സ്വർഗീയ നാട്ടിലേക്കുള്ള നമ്മുടെ പ്രവേശനം. 2, നമ്മുടെ ജ്ഞാനസ്നാനം. 3, നമ്മുടെ വിശുദ്ധീകരണം. 4, പിശാചിൽ നിന്നുള്ള സംരക്ഷണം. അതാണ് ഓരോ ജ്ഞാനസ്നാനത്തൊട്ടി പ്രതിനിധീകരിക്കുന്നത്. പിന്നെ നമ്മൾ തീർത്ഥജലം കാണില്ലേ, ഞായറാഴ്ചയൊക്കെ ഇങ്ങനെ പള്ളിയിൽ അച്ഛൻ ഇങ്ങനെ തീർത്ഥജലം ഇടുന്നത് കാണാം. നമ്മുടെ വീട്ടിൽ ചെറിയ ഒരു കുപ്പിയിൽ തീർത്ഥജലം വെച്ച് മക്കളെ, ഇതൊക്കെ പവർഫുള്ളായിട്ടുള്ള ആയുധങ്ങളാണ്, ദൈവം നമുക്ക് തന്നിട്ടുള്ള ആയുധങ്ങളാണ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ കാണുന്നത് തന്നെ അൾത്താരയ്ക്ക് മുമ്പ് വേറൊരു കാര്യം പറഞ്ഞുതരാം. കുമ്പസാരക്കൂട് കാണും അല്ലേ, കുമ്പസാരക്കൂട്. ഈ കുമ്പസാരക്കൂട് പ്രതിനിധീകരിക്കുന്നത് കർത്താവിൻ്റെ കാതുകളാണ്. അനുതപിക്കുന്ന പാപിക്ക് ഒരിടമാണ് കുമ്പസാരക്കൂട്. ഇനി നമുക്ക് അൾത്താര മക്കളെ, അൾത്താര നേരത്തെ സിസ്റ്റർ സൂചിപ്പിച്ചായിരുന്നു. അൾത്താര എന്താ, ഒരു പള്ളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ്. ഈ അൾത്താര എന്ന് വെച്ചാൽ സ്വർഗമാണ്. അൾത്താര = സ്വർഗം. അതുകൊണ്ട് മക്കളെ, പള്ളിയിൽ വരുമ്പോൾ അങ്ങ് 10 അടി അകലെ അങ്ങ് ദൂരെ പോയിരിക്കരുത്, ഈ സ്വർഗത്തോട് ചേർന്നിരിക്കണം. ഓക്കെ, ഇങ്ങനെ ചേർന്നിരുന്ന് അതിൻ്റെ ഫീലും അതിൻ്റെ അനുഭവങ്ങൾ നമുക്ക് കിട്ടും. സ്വർഗീയ സൗഭാഗ്യം. 2-ാം വത്തിക്കാൻ കൗൺസിൽ പറയുന്നത് എന്നാ, മുന്നാസ്വാദനം, സ്വർഗീയ അനുഭവത്തിൻ്റെ മുന്നാസ്വാദനമാണ് ഓരോ ബലിയർപ്പണം. ഓക്കെ, അപ്പം അൾത്താരയിലാണല്ലോ ബലിയർപ്പണം നടക്കുന്നത്. അതുകൊണ്ട് മക്കളെ, അൾത്താരയോട് ചേർന്നിരിക്കണം. നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകണം, സ്വർഗീയ അനുഭവം. അവിടെ എന്താ, അടിയും വെട്ടും കുത്തും സമാധാനക്കേടുമെന്നല്ല, സന്തോഷം, സമാധാനം. അതൊരു വേറെ ലോകമാണ്, വേറൊരു ലെവലാണ്. ഇപ്പോൾ സിസ്റ്റർ പറയുന്നതിൻ്റെ അപ്പുറമാണത്. ആ ഒരു ലോകത്തിൻ്റെ സൗഭാഗ്യവും ആ ലോകത്തിൻ്റെ അവിസ്മരണീയമായ കാര്യങ്ങൾ സംഭവിക്കുന്നത് വാക്കുകൾക്കും ചിന്തകൾക്കും അതീതമാണ്. പക്ഷേ അതൊരു ലോകമാണ്, നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ആ ലോകത്തിൻ്റെ ഒരു മുന്നാസ്വാദനം. അപ്പം മക്കൾ അടുത്തോട്ട് വരിക, ചേർന്നിരിക്കുക. നമുക്കതേ ഉള്ളൂ അൾത്താരയിലെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുള്ളൂ. ഒരു അൾത്താരയിൽ അർപ്പിക്കുന്ന ബലിയർപ്പണത്തിൽ കേൾക്കാത്ത ഒരു പ്രാർത്ഥനയുമില്ല, നേടാൻ പറ്റാത്തതൊന്നുമില്ല. ഓക്കെ, അൾത്താര. ഇനി നമുക്ക് തിരിച്ച് ഇതിലേക്ക് വരാം. ധൂപക്കുറ്റി. ഓക്കെ, കണ്ടിട്ടുണ്ടോ? അൾത്താര ബാലകർക്കൊക്കെ ഇത് ചെയ്യാനുള്ള ഒരു സ്പെഷ്യൽ പ്രിഫറൻസൊക്കെ ആ മക്കൾക്കുണ്ട്. ഓക്കെ, അപ്പോൾ അൾത്താര ബാലകരായിരിക്കുന്നവർ മക്കളെ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ മാലാഖയാണ്. കർത്താവിനെ ബലിയർപ്പണത്തിൽ പങ്കുചേരുന്ന സ്പെഷ്യലായിട്ടുള്ള ആൾക്കാരാണ്. അപ്പം പ്രാർത്ഥിച്ച് ഒരുങ്ങി വേണം പോവാൻ. അപ്പം കുഞ്ഞുമക്കളൊക്കെ അൾത്താരയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഭവ്യതയില്ലാതെ പരസ്പരം സംസാരിച്ചും അങ്ങനെ ഒരുങ്ങാതെയൊന്നും പോകരുത്. സ്പെഷ്യലാണ് നിങ്ങൾ കേട്ടോ. ഓക്കെ മക്കളെ നോക്കിയേ, ഇതിന് 2 ഭാഗമുണ്ട് ഈ ധൂപക്കുറ്റിക്ക്. കണ്ടോ, ഇതിൽ 2 ഭാഗം, 3 ചങ്ങലകൾ ഇങ്ങനെ ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സാധാരണ കാണിക്കുന്നത് ഈ ധൂപക്കുറ്റിയിൽ, ഇത് സ്വർഗം, ഇത് ഭൂമി. ഓക്കെ, മേൽത്തട്ട് സ്വർഗം, താഴ്ത്തട്ട് ഭൂമി. ഇനി അകത്ത് നമ്മൾ സാധാരണ എന്താ ഇടുന്നത്, കറുത്ത കളറിലുള്ള കുന്തിരിക്കം. ഓക്കെ, അത് പാപികളായ മനുഷ്യരാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഓരോരുത്തരെയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിനകത്തിന് നമ്മൾ തീ കത്തിക്കും. ഓക്കെ, തീ എന്നാ നമ്മൾ ജ്വലിപ്പിക്കുന്ന ആ കരിക്കട്ടയെ തീക്കട്ടയാക്കുന്നത് ആരാണ്? തീയാണ്. എന്താ തീ എന്തിനാ പറയുന്നത്? പരിശുദ്ധാത്മാവിനെ. ഓക്കെ, കരിക്കട്ടകളായ നമ്മൾ, പാപികളായ നമ്മളെ ജ്വലിപ്പിക്കുന്നത് തീയാണ്, പരിശുദ്ധാത്മാവാണ്. ഇനി അതിൽ കുന്തിരിക്കം ഇടുന്നുണ്ട്. കുന്തിരിക്കം സുഗന്ധം തരും. അറ്റ് ദ സെയിം ടൈം ആ കരിക്കട്ടയോട് അങ്ങ് ചേർന്ന് പശ പോലെ ഒട്ടിയിരിക്കും. ഓക്കെ, അതിൽ വരുന്ന സുഗന്ധം, ഓക്കെ, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ വിശ്വാസം, ശരണം, സ്നേഹം, ഓക്കെ, ഇതാ സുഗന്ധം ഇങ്ങനെ ചുറ്റും പരക്കുന്നു. അതുപോലെ തന്നെ ഈ പുക മുകളിലേക്ക് പൊങ്ങും, വെള്ളപ്പുക. ഓക്കെ, ഈ പുക നമ്മൾ അർപ്പിച്ച അർത്ഥനകളൊക്കെ ഇങ്ങനെ ദൈവസന്നിധിയിലേക്ക് ഇങ്ങനെ പോകുന്നു. ഇനി അതിങ്ങനെ തിരിച്ചു വരത്തില്ലേ, അത് നമ്മളിങ്ങനെ ചുറ്റി തന്നെ നിൽക്കും. അതുപോലെ നമ്മൾ കേൾക്കുന്ന പ്രാർത്ഥനകൾ, നമ്മൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകൾ നമ്മൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുന്നത് തമ്പുരാന് പരിമളമായി സ്വീകാര്യമായി അത് തിരിച്ച് അനുഗ്രഹങ്ങളായി നമ്മളിലേക്ക് തന്നെ വരും. ഓക്കെ, ഇനി ആ സുഗന്ധം, കുന്തിരിക്കം വരുമ്പോഴുള്ള സുഗന്ധം, അപ്പം പാപത്തിൻ്റെ നമ്മുടെ ദുർഗന്ധം മാറി
നമ്മളെ സുഗന്ധമുള്ളവരായി, പരിമളമുള്ളവരായി മാറ്റും. ഇനി അച്ഛൻ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ധൂപിക്കുമല്ലോ. ഒരു വ്യക്തിയുടെ മേൽ ധൂപിക്കുമ്പോൾ ആ വ്യക്തിക്ക് ബഹുമാനം കൊടുക്കുന്നതാണ്. പിന്നെ സമൂഹത്തെ നോക്കുമ്പോൾ സമൂഹത്തെ വിശുദ്ധീകരിക്കുന്നതാണ്. ഓക്കെ മക്കളെ? അപ്പോൾ കണ്ടോ, ഒരു കുഞ്ഞു സാധനത്തിന് എന്തുമാത്രം അർത്ഥങ്ങൾ. ഇതിനെ പരസ്പരം ബന്ധിക്കുന്ന 3 ചങ്ങല കൊളുത്തുകളൊക്കെ ത്രിത്വത്തെ സൂചിപ്പിക്കുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, അവരെയാണ് സൂചിപ്പിക്കുന്നത്. കണ്ടോ? അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ മക്കൾ എവിടെയെങ്കിലുമൊക്കെ നോക്കി നിൽക്കരുത്. ഓക്കെ, ബലിയർപ്പണത്തിന് ഇത് ചെയ്യുമ്പോൾ തല വണങ്ങി നമ്മൾ അതിൽ പങ്കെടുക്കണം. മക്കളെ, നമ്മൾ ഇത്രയും നേരം ചിന്തിച്ചത്, നമ്മൾ അൾത്താരയിൽ വരുമ്പോൾ അല്ലെങ്കിൽ പള്ളിയിൽ വരുമ്പോൾ ചില കാര്യങ്ങൾ കാണും, പ്രതീകങ്ങൾ കാണും, അടയാളങ്ങൾ കാണും. അതിൻ്റെ കുറച്ച് അർത്ഥമാണ് സിസ്റ്റർ ഇന്ന് പറഞ്ഞു തന്നത്. ഓക്കെ, ഇനി വിശുദ്ധ കുർബാന ഓരോ ദിവസവും അർപ്പിക്കുന്ന ബലി എങ്ങനെ കൂടുതൽ മനോഹരമാക്കാം, കുറച്ചുകൂടി എങ്ങനെ നമ്മുടെ ഹാർട്ട്, മൈൻഡ്, സോളൊക്കെ ഇട്ട് കൊതിയോടുകൂടി അൾത്താരയെ സമീപിക്കാം എന്നതിനുള്ള ഒരു കുഞ്ഞ് സീക്രട്ട് പറഞ്ഞു തരട്ടെ. കാരണം ബലി അർപ്പണം ഇല്ലാതെ നമുക്ക് ജീവിതമില്ല. ഓക്കെ, നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് കൊതി ഉണ്ടാകേണ്ടത്, നമുക്കൊരു ആർത്തി ഉണ്ടാകേണ്ടത്, ഒരാഗ്രഹം ഉണ്ടാകുന്നത് ബലിപീഠത്തിൻ്റെ കൂടെയാണ്. നമ്മുടെ ദൈവം, കാരണം നമുക്ക് ദൈവത്തിൻ്റെ അംശമുണ്ട്. ആ അംശം ആ ദൈവത്തോട് ചേരുമ്പോൾ എന്ത് രസമായിരിക്കും അല്ലേ? നമ്മൾ പറഞ്ഞില്ലേ, ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു, സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു. അപ്പോൾ ആ ദൈവികത, ദൈവത്തിൻ്റെ അംശം നമ്മളിലുണ്ട്. ഓക്കെ, ഒരു കനലിൽ ഒരു പേപ്പർ കൊണ്ടുവരുമ്പോൾ വേഗം കത്തിപ്പിടിക്കത്തില്ലേ? അതുപോലെ നമ്മൾ കത്തിപ്പിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കെല്ലാത്തിനും പരിഹാരമുള്ള അൾത്താരയോട് ചേർന്ന് നിന്ന് എങ്ങനെ സന്തോഷത്തോടു കൂടി നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാമെന്നുള്ള കാര്യം ഒരു പോയിൻ്റ് പറഞ്ഞുതരാം. നമ്മൾ വീട്ടിൽ അല്ലേ, നമുക്കറിയാം നാളെ കുർബാനയുണ്ട്. ഓക്കെ, നാളെ പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ പോകണം. അപ്പോൾ ആ ചിന്തയുണ്ടല്ലോ. അപ്പം നമുക്ക് ഒരു ഇൻറ്റൻഷൻ വെക്കാം. ഈശോയെ, നാളത്തെ കുർബാന അപ്പോൾ ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി സമർപ്പിക്കുന്നത്. ഈശോ, അല്ലെങ്കിൽ നാളത്തെ കുർബാന എൻ്റെ മരിച്ചുപോയ അപ്പച്ചനും അമ്മച്ചിക്കും വേണ്ടി സമർപ്പിക്കുന്നത്. അല്ലെങ്കിൽ ദൈവമേ, ഇന്ന് യുദ്ധം നടക്കുവാണല്ലോ, ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നത്. അല്ലേ ഞാൻ പറയുകയാണ്, എൻ്റെ ദൈവമേ, നാൾ ടി വിയിൽ കണ്ടായിരുന്നു സഞ്ജു സാംസണൊക്കെ എങ്ങനെയാണ് ദൈവത്തെ പ്രഘോഷിച്ചത്. ഓക്കെ, ആ കുരിശുവര, ആ പ്രാർത്ഥന, അതുപോലെ ദൈവമേ എനിക്കും ദൈവത്തെ കൊടുക്കാൻ വേണ്ടി എനിക്ക് അവസരം തരണമേ. അതിനു വേണ്ടി ഞാനിത് ഈ വിശുദ്ധ കുർബാന സമർപ്പിക്കുന്നു. ഒരവസരം എനിക്കും കൂടി ഈശോയുടെ സാക്ഷിയാകാൻ ഒരവസരം കൂടി. അതുപോലെ നമുക്ക് ഈശോയെ ലോകത്തിന് കൊടുക്കാൻ പറ്റുന്ന തരത്തിൽ എന്നെ വളർത്തണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു വിശുദ്ധ കുർബാന സമർപ്പിക്കാം. ഓക്കെ, ഇനി നമ്മൾ വിചാരിക്കണം, ഈശോയെ എൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കും എനിക്ക് വേണ്ടി പിന്നെ സ്വപ്നങ്ങൾ മറന്ന് എനിക്ക് വേണ്ടി വെയിലും കൊണ്ട് പണിയും ചെയ്ത് ആരോഗ്യവും മറന്ന് ജീവിക്കുന്ന എൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കും വേണ്ടി ഞാൻ നാളത്തെ വിശുദ്ധ കുർബാന സമർപ്പിക്കുന്നത്. അങ്ങനെ നമ്മുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾക്ക് വേണ്ടി ഓരോ ബലിയർപ്പണം ഓരോ ഇൻറ്റൻഷൻ വെച്ച് സമർപ്പിക്കുക. പോയിൻ്റ് നമ്പർ 1 കേട്ടല്ലോ? ഓക്കെ, രണ്ടാമത് നമ്മൾ ഉണർന്ന് വേണമെങ്കിൽ നമുക്ക് രാത്രിയൊക്കെ ചിലപ്പോൾ ഇങ്ങനെ രാവിലെ എണീറ്റ് ശീലമില്ലെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമുക്ക് സമയത്തിന് എണീക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ എണീക്കുമ്പോൾ ഉറക്കം തീരുന്നില്ല, ഈ അവസ്ഥ ഉള്ളവർ അപ്പോൾ ഒരു ഉഷാർ കുറയുമല്ലോ, ഇഷ്ടം കുറയുമല്ലോ. അപ്പം നിങ്ങൾ ആരെ ഏൽപ്പിക്കണം? നമുക്ക് ഈശോ ദൈവം ഒരു കാവൽ മാലാഹയെ തന്നിട്ടുണ്ട്. കാവൽ മാലാഹയോട് പറയണം, എൻ്റെ കാവൽ മാലാഹയെ, നാളെ എനിക്ക് വിശുദ്ധ കുർബാനയ്ക്ക് പോകാനും ആഗ്രഹമുണ്ട്, എൻ്റെ ആഗ്രഹത്തിൻ്റെ അളവ് കൂട്ടണം, എന്നെ ഉണർത്തണം, എന്നെ ഒരുക്കണം, എന്നെ പള്ളിയിലേക്ക് കൊണ്ടുപോകണം, പ്ലീസ്, എനിക്ക് നീയേ ഉള്ളൂ. ഓക്കെ, നമുക്ക് കാവൽ മാലാഹയുടെ സപ്പോർട്ട് എടുക്കാം. പോയിൻ്റ് നമ്പർ 2. ഓക്കെ, 2 ഓർക്കുമല്ലോ. ഇനി മൂന്നാമത്തത് നമ്മൾ ഒരുങ്ങി ഫ്രഷായി. ഇനി പോകുമ്പോൾ അഴുക്ക ഡ്രസ്സ്, അഴുക്കെന്ന് വെച്ചാൽ വൃത്തിയില്ലാത്ത ഡ്രസ്സൊന്നും ഇടരുത്. അതിനർത്ഥം പുതിയ കുപ്പായം എപ്പോഴും വാങ്ങിക്കണമെന്നല്ല, നല്ല നീറ്റായിട്ട് നല്ല സുന്ദരമായിട്ടുള്ള ഡ്രസ്സ്. കാരണം അവിടെ ആരായിരിക്കുന്ന ഒരു രാജാവാണ്, നമ്മുടെ ദൈവം രാജാവാണ്. രാജാവിൻ്റെ അടുത്ത് പോകുമ്പോൾ നല്ല പക്ക ക്യൂട്ടായി നമ്മളെ കൊണ്ടുപോകണം. ഓക്കെ, അങ്ങനെ നമ്മളിങ്ങനെ പള്ളിയിലോട്ട് പോവുകയാണ്. ഇങ്ങനെ നടന്ന് പോകുമ്പോൾ നമ്മുടെ പള്ളിയുടെ ഫ്രണ്ട് ഡോർ, ആനവാതിൽ അല്ലേ, ഫ്രണ്ട് ഡോറ് കാണുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നതിന് മുമ്പ് അവിടെ കാണണം, പരിശുദ്ധ അമ്മ ദേ നമ്മളെയും കാത്തിരിപ്പുണ്ട്. നമ്മുടെ വീട്ടിലെ പ്രിയപ്പെട്ടവർ വരുമ്പോൾ അമ്മ അടുക്കളയിലാണെങ്കിൽ ഓടി ഫ്രണ്ടിൽ വന്ന് നിൽക്കില്ലേ? കാറ് വന്നിറങ്ങുമ്പോൾ അല്ലെ ഹോണിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ, ഗേറ്റ് തുറക്കുന്ന സൗണ്ട് കേൾക്കുമ്പോൾ ഓടി വന്ന് ഫ്രണ്ടിൽ നിൽക്കും. ബാക്കിയെല്ലാം മാറ്റി വെച്ചിട്ട് എത്തിയോ നമ്മൾ കേട്ടത്തില്ലേ? അതുപോലെ വിചാരിക്കണം,
പള്ളിയിലെ ആനവാതിൽ പരിശുദ്ധ അമ്മ ഇങ്ങനെ കാത്തിരിക്കണം. മോളെ വന്നോ വായോ ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് വിചാരിക്കണം. അപ്പം അമ്മയോട് പറയണം, അമ്മേ ദേ എൻ്റെ കൈ ഇതാണ്, എൻ്റെ കൈ പിടിച്ച് അമ്മ പള്ളിക്കകത്തേക്ക് ആ സ്വർഗത്തിലേക്ക് എന്നെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോകണേ പരിശുദ്ധ അമ്മേ, അമ്മ എൻ്റെ അടുത്തിരിക്കണേ. അങ്ങനെ ഈ ബലിയർപ്പണം ഏറ്റവും മനോഹരമായി, ഏറ്റവും ആഘോഷത്തോടെ, ഏറ്റവും സന്തോഷത്തോടെ അർപ്പിക്കാൻ എന്നെ സഹായിക്കണമേ. പ്രാർത്ഥിക്കില്ലേ? നമ്മുടെ ആഗ്രഹങ്ങൾ അമ്മമാരെ ശ്രദ്ധിക്കാതിരിക്കുമോ? അമ്മമാർക്ക് പറ്റുവാണെങ്കിൽ അവരുടെ മാക്സിമം ലെവലിൽ ശ്രമിക്കും. നമുക്ക് വേണ്ടി അവരുടെ പല പരിപാടികളും മാറ്റിവെക്കും അല്ലേ? മക്കളുടെ സന്തോഷമാണ് അവരുടെ കണ്ണുകളുടെ തിളക്കം. അതുകൊണ്ട് നമ്മുടെ പരിശുദ്ധ അമ്മയ്ക്കും ഒട്ടും കുറവില്ല, അതിനേക്കാൾ കൂടുതലേ ഉള്ളൂ. നമ്മൾ പോകാത്തതിൻ്റെ പ്രശ്നമേ ഉള്ളൂ, വിളിക്കാത്തതിൻ്റെ കുഴപ്പമേ ഉള്ളൂ. ഓക്കെ മക്കളെ? അപ്പോൾ പള്ളിയുടെ ഫ്രണ്ടിൽ വരുമ്പോൾ പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ച് അകത്ത് കയറണം. ഇങ്ങനെ അകത്ത് കയറുമ്പോൾ തന്നെ തീർത്ഥജലം അവിടെ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഇപ്പോഴൊക്കെ ചില പള്ളികളിൽ നമ്മൾ കാണുന്നില്ല, ഇല്ലെങ്കിൽ സാരമില്ല, ഓക്കെ കുഴപ്പമില്ല, നമുക്ക് എന്ത് ചെയ്യാൻ. ഉണ്ടെങ്കിൽ തൊട്ട് വിശുദ്ധീകരിച്ച് നമ്മളെ തന്നെ കുരിശടയാളം വരച്ച് മുദ്രിതപ്പെടുത്തി വിശുദ്ധീകരിച്ച് നമ്മൾ അകത്തേക്ക് കയറുന്നു. എൻ്റെ സിസ്റ്റർ നേരത്തെ പറഞ്ഞായിരുന്നു അൾത്താര ഈക്വൽ ടു സ്വർഗം. സ്വർഗത്തിൻ്റെ അടുത്തിരിക്കണോ അതോ ദൂരെ ഇരിക്കണോ? ചോര് ചാരി ചോര് താങ്ങിയിരിക്കണോ? ഇല്ല മക്കളെ, അനുഗ്രഹം വേണോ, അഭിഷേകം വേണോ, ഫ്രണ്ടിലോട്ട് കയറി വരണം. ഓക്കെ, സ്വർഗത്തിൽ നടക്കുന്നത് എന്താണെന്ന് നമ്മൾ അറിയണം. ഓക്കെ, നമ്മളിങ്ങനെ കയറി വരുന്നു. ഓക്കെ, കയറി വരുന്നു. ഏറ്റവും ഫ്രണ്ടിൽ നമുക്ക് ഏറ്റവും ഡിസ്റ്റൻസ് ഇടാതെ പറ്റിയ ഒരു സ്ഥലത്ത് നമ്മളിരിക്കുന്നു. ഓക്കെ, എന്നിട്ട് ഇരിക്കുമ്പോൾ വെറുതെ അങ്ങിരിക്കരുത്. രാജാവ് ഉണ്ട്. നമ്മൾ എല്ലാ പള്ളികളിലും നമ്മൾ കാണുന്നതാണ് സക്രാരി. സക്രാരിയിൽ ആരാണ്? അവിടെ ലൈറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അവിടെ ജീവനുള്ള ദൈവം ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ കൈകൂപ്പി വണങ്ങി, അല്ലെങ്കിൽ നമ്മൾ ജെനിഫ്ലേറ്റ് ചെയ്യുക എന്ന് പറയും, ഇങ്ങനെ ഒന്ന് ബൗ ചെയ്തിട്ട് നമ്മൾ ഏതെങ്കിലും സൈഡുകളിൽ അല്ലേ കംഫർട്ടബിളായിട്ട് കുരിശ് വരച്ച് നമ്മൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം ഇരിക്കുന്നു. ഓക്കെ, ഇനി വിചാരിക്കുക പള്ളിയിലച്ഛൻ കുപ്പായൊക്കെ ഇട്ട് വരുമ്പോൾ സാധാരണ ഒരു അച്ഛനല്ല, ഈശോയാണ് വരുന്നത്. മനസ്സിലിങ്ങനെ പറയണം, എൻ്റെ ഈശോ എന്നെ കാണാൻ വേണ്ടി ഇതേ അൾത്താരയിൽ വന്ന് നിൽക്കുന്നു, സ്വർഗത്തിൽ വന്ന് നിൽക്കുന്നു. പിന്നെ നമുക്ക് അടുത്ത് ചെയ്യാൻ പറ്റുന്നതാണ്, നമുക്ക് ശബ്ദമില്ലേ, നല്ല ശബ്ദം ദൈവം തന്നിട്ടുണ്ട്, ഉറക്കെ പറയണം, കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ ഉറക്കെ സൗണ്ട് എടുത്ത് മക്കളെ പറയണം. പാട്ട് ചേച്ചിമാരോ ചേട്ടന്മാരോ ഒക്കെ മൈക്ക് വഴി പാടുമ്പോൾ അവർ പാടിക്കോട്ടെ എന്ന് പറഞ്ഞ് കേട്ട് ആസ്വദിച്ചിരിക്കരുത്, നമ്മളും കൂടെ പാടണം. ഈശോ ഇങ്ങനെ നോക്കുമ്പോൾ എൻ്റെ കൊച്ചിതാ പാടുന്നു, ദേ എൻ്റെ കൊച്ചിതാ ഉറക്കെ പറയുന്നു, കണ്ടോ മാലാഹമാരെ നോക്കൂ, എൻ്റെ കുഞ്ഞു പ്രാർത്ഥിക്കുന്നത് കണ്ടോ. അങ്ങനെ ഈശോ ഇപ്പോൾ കാണിച്ചു കൊടുക്കണം. ഓക്കെ, പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. നമ്മൾ പരിപാടിക്കൊക്കെ വരുമ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യത്തില്ലേ, ഇയാൾ ഇന്നയാണെന്നൊക്കെ പറയും. അതുപോലെ തമ്പുരാൻ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഒക്കെ സ്വർഗത്തിലെ മക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. ഇത് സുനിത സിസ്റ്ററാണ്, ഇത് ലലല സംഭവം എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ അത്രമാത്രം ആഗ്രഹത്തോടെ ഇരിക്കണം. മനസ്സിൽ വിചാരിക്കണം അത് ഈശോപ്പയാണ്, എനിക്കെല്ലാത്തിനും സൊല്യൂഷൻ തരുന്ന എൻ്റെ ദൈവമാണ്, ഇതല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. ഓക്കെ, അത്രമാത്രം ആഗ്രഹത്തോടെ നമ്മൾ സ്വരമുയർത്തി പറയണം, റെസ്പോൺസ് പറയണം, പാടണം. പിന്നെ എങ്ങനെയാണ്, നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ നിൽക്കരുത്, നമ്മൾ ശരീരം കൊണ്ട് ദൈവത്തെ സ്തുതിക്കണം. ഓക്കെ, കൈയൊക്കെ കൂപ്പി നിൽക്കണം. ഇത് സമർപ്പണമാണ് എൻ്റെ ഈശോയെ, ഇങ്ങനെ കൂപ്പി വെച്ചോ, അങ്ങനെ ദൈവം നമ്മളെ ഉയർത്തിക്കോളും, പൊക്കിയെടുത്തോളും. ഓക്കെ, കൈ കൂപ്പി നിൽക്കണം, നല്ല പെരുമാറ്റത്തോടെ നിൽക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി വർത്തമാനിച്ചല്ല. അങ്ങനത്തെ ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനോട് പറയണം, കാവൽ മാലാഖയോട് പറയണം, എന്നെ ഒരുക്കണേ, കുറച്ചുകൂടി എന്നെ ഒരുക്കണമേ. എന്നെ അങ്ങനെ ഒരുങ്ങുന്നവരെ കാണാൻ ഭയങ്കര രസമല്ലേ, അല്ലേ? നല്ല ഡ്രസ്സൊക്കെ ഇടാം, അതുപോലെ നമ്മളെ നിപ്പ് നടപ്പൊക്കെ ഒരു ഗുമ്മ് ലുക്ക് വരണം. ഓക്കെ, അങ്ങനെ വിശുദ്ധ കുർബാന സന്തോഷത്തോടെ ആഗ്രഹത്തോടെ മരണം വരെ ഒക്കെ നമ്മൾ ദൈവത്തോട് ചേർന്ന് അർപ്പിക്കാൻ. ഒരു വിശുദ്ധ കുർബാനയിൽ മക്കളെ സ്വർഗം, ഭൂമി, ശുദ്ധീകരണ സ്ഥലം, ഈ 3 കൂട്ടരും ചേർന്ന് ഒന്നിച്ച് നടത്തുന്ന ബലിയാണ് ഒരു വിശുദ്ധ കുർബാനയിൽ. അവിടെ ഈശോയുടെ ജീവിതം, ഈശോയുടെ പീഡാസഹനം, ഈശോയുടെ മരണം എല്ലാം അവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നു. അവിടെ നമ്മൾ വയ്ക്കുന്ന അപ്പവും വീഞ്ഞും ഈശോയുടെ തിരു ശരീരവും തിരു രക്തവുമായി മാറുന്നു. അത് ഭക്ഷിക്കുന്ന നമ്മൾ ഒരു ദൈവത്തെ പോലെ ആകാനുള്ള എല്ലാ സാധ്യതകളും നമുക്ക് കിട്ടുന്നു. ഓക്കെ, മറ്റൊരു ദൈവമാകാനുള്ള ഒരു സാധ്യതയാണ്. ദൈവാംശം നിറഞ്ഞവരായി മാറുന്നു. ഓക്കെ, ദൈവത്തെ ചേർത്ത് നമ്മൾ പോകുന്നു. ദൈവത്തെ അങ്ങനെ ആഗ്രഹത്തോടെ കൊതിയോടെ ചെയ്യുമ്പോൾ നമ്മൾ അപ്പോസ്തലന്മാരുടെ ഗണത്തിൽ പെടും.
ഇനി ആഗ്രഹമില്ലാതെ വേറെ ഇൻറ്റൻഷൻ വെച്ച് എങ്ങനെയെങ്കിലുമൊക്കെ മനസ്സിൻ്റെ ഭാവം മോശമായാൽ ചിലപ്പോൾ യൂദാസായി പോകാനും സാധ്യതയുണ്ട്, കായേൻ്റെ ബലി പോലെയാകാനും സാധ്യതയുണ്ട്. അങ്ങനെയാകില്ല. നമ്മുടെ മക്കൾ അങ്ങനെയായില്ല, നമ്മൾ ഈശോപ്പയുടെ മക്കൾ. ഓക്കെ, അപ്പോൾ വിശുദ്ധ ബലി കൂടുതൽ സന്തോഷത്തോടെ സ്നേഹത്തോടെ നമുക്ക് ആ ബലിയർപ്പണത്തിൽ പങ്കുചേരാം. ഈശോ മക്കളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.